വുഡൻ കപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ഗ്രാൻഡ് ഫാദർ എൻ്റർടൈൻ ദ ബോയ്? വാട്ട് ഡസ് ഇറ്റ് ഷോ? ഗ്രാൻഡ് ഫാദർ എങ്ങനെയാണ് ആ ബോയെ എൻ്റർടൈൻ ചെയ്തത്, അതായത് സന്തോഷപ്പെടുത്തിയത്? അതിൽ നിന്നും എന്താണ് മനസ്സിലാകുന്നത്? ദ ഗ്രാൻഡ് ഫാദർ യൂസ് ടു ഹോൾഡ് ദ ബോയ് ഓൺ ഹിസ് നീ ആൻഡ് ടോൾഡ് ഹിം വണ്ടർഫുൾ സ്റ്റോറീസ്. ഗ്രാൻഡ് ഫാദർ ആ ബോയെ തൻ്റെ മടിയിലിരുത്തിക്കൊണ്ട് മനോഹരമായ കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. ഇറ്റ് ഷോസ് ഹൗ ഡിയർലി ദി ലവ് ഈച്ച് അതർ. അവർ പരസ്പരം എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ മദർ സ്പീക്ക് ആംഗ്രിലി? വാട്ട് വാസ് ദ ഗ്രാൻഡ് ഫാദേഴ്സ് റിയാക്ഷൻ? എന്തുകൊണ്ടാണ് മദർ ദേഷ്യത്തോട് സംസാരിച്ചത്? ആ സമയത്ത് ഗ്രാൻഡ് ഫാദറിൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു? മദർ സ്പോക്ക് ആംഗ്രിലി ഓൺ സീയിങ് ഗ്രാൻഡ് ഫാദർ സ്പില്ലിംഗ് കോഫി ഓൺ ദ ക്ലീൻ വൈറ്റ് ടേബിൾ ക്ലോത്ത്. വൈറ്റ് ടേബിൾ ക്ലോത്തിൽ, അതായത് ടേബിളിൻ്റെ ഫ്രണ്ടിൽ വിരിച്ചിരുന്ന ക്ലോത്തിൽ ഗ്രാൻഡ് ഫാദർ എന്തോന്ന് ചെയ്തു? കോഫി സ്പില്ല് ചെയ്തു, അതായത് കോഫി എന്തോന്ന് വീഴ്ത്തി. അത് കാരണമാണ് മദർ ദേഷ്യത്തോട് സംസാരിച്ചത്. ഇറ്റ് ഹാപ്പൻഡ് as the poor old man's hands shook when he lifted the coffee cup. ഇത് സംഭവിച്ചത് എപ്പോഴും എങ്ങനെയെന്ന് വെച്ചാൽ, ഗ്രാൻഡ് ഫാദർ തൻ്റെ കോഫി കുടിക്കുന്ന കപ്പ് എടുത്ത സമയത്ത് എന്ത് ചെയ്തു? ഗ്രാൻഡ് ഫാദറിൻ്റെ കൈ വിറച്ചു. അങ്ങനെയാണ് കോഫി തറയിൽ പോയത്. ദ കപ്പ് ഫെൽ ഫ്രം ഹിസ് ഹാൻഡ്സ് ആൻഡ് ബ്രോക്ക് ഇൻ ടു പീസസ്. ഗ്രാൻഡ് ഫാദറിൻ്റെ കയ്യിൽ നിന്ന് കപ്പ് തറയിൽ വീഴുകയും അത് പീസസ് ആയിട്ട് ബ്രേക്ക് ആവുകയും ചെയ്തു. ദ ഓൾഡ് മാൻ സാഡ്ലി ലുക്ക്ഡ് അറ്റ് ഹെർ ആൻഡ് റിമെയിൻഡ് സൈലന്റ്. വിഷമത്തോടെ മദറിനെ നോക്കിക്കൊണ്ട് അദ്ദേഹം നിശബ്ദനായി ഇരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് മെയ്ഡ് ദ കിച്ചൺ എ ബ്യൂട്ടിഫുൾ ലാൻഡ്? ആ കിച്ചണെ ഒരു ബ്യൂട്ടിഫുൾ ലാൻഡ്, മനോഹരമായ സ്ഥലമാക്കിയത് എന്താണ്? സൂൺ ആഫ്റ്റർ ഹിസ് ഡിന്നർ റോബർട്ടിനോ യൂസ് ടു റൺ ഇൻ ടു ദ കിച്ചൺ വെയർ ഹിസ് ഡിയർ ഗ്രാൻഡ് പാ സാഡ്ലി സ്പെൻഡ് ഹിസ് ടൈം. റോബർട്ടിനോ തൻ്റെ ആഹാരം കഴിച്ചതിന് ശേഷം ഗ്രാൻഡ് പാ ഇരുന്നിരുന്ന കിച്ചണിലേക്ക് പോയി. അദ്ദേഹം ആ സമയത്ത് വളരെ ദുഃഖിതനായിരുന്നു. They moved about happily hand in hand, making the kitchen a beautiful land. അവിടെ അവരെന്ത് ചെയ്യുന്നു? പരസ്പരം സ്നേഹം പങ്കിടുകയും അങ്ങനെ കളിക്കുകയും ചെയ്ത് ആ കിച്ചൺ എന്തോന്ന് ചെയ്തു? ഒരു മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡാക്കി തീർത്തു. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഈസ് ദ മദർ റൈറ്റ് ഇൻ തിങ്കിങ് ഓഫ് ഗിവിങ് ദ ഓൾഡ് മാൻ എ വുഡൻ കപ്പ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. മദർ ആ ഓൾഡ് മാന് ഒരു വുഡൻ കപ്പ് കൊടുത്തത് ശരിയാണോ തെറ്റാണോ? നിങ്ങളുടെ ഉത്തരം കുറിക്കുക. മദേഴ്സ് തിങ്കിങ് ഈസ് നോട്ട് അറ്റ് ഓൾ റൈറ്റ്. അതായത് മദർ ചിന്തിച്ച രീതി ശരിയല്ല. ദി ഗ്രാൻഡ് ഫാദർ വാസ് ഓൾഡ് ആൻഡ് വീക്ക്. ഹി നെവർ സ്പോയിൽഡ് ദ ടേബിൾ ക്ലോത്ത് ഓർ ബ്രോക്ക് ദ കപ്പ് ഡെലിബറേറ്റ്ലി. ഗ്രാൻഡ് ഫാദർ വളരെ ഓൾഡാണ്, വീക്കുമാണ്. പോരാത്തതിന് നിർബന്ധപൂർവ്വം, അതായത് സ്വയം വരുത്തി വെച്ചതല്ല ഇതൊന്നും. അതായത് കപ്പ് തറയിൽ വീഴുന്ന് പൊട്ടിയതും ടേബിൾ ക്ലോത്ത് എല്ലാം വൃത്തികേടായതും ഗ്രാൻഡ് ഫാദർ മനഃപൂർവ്വം ചെയ്തതല്ല. സോ ദ മദേഴ്സ് റിയാക്ഷൻ ഈസ് റോങ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഗ്രാൻഡ് ഫാദർ മനഃപൂർവ്വം ചെയ്യാത്തത് കൊണ്ട് മദറിൻ്റെ ഈ റിയാക്ഷൻ വളരെ തെറ്റാണെന്ന് പറയാം. ഐ കനോട്ട് ഇൻ എനി വേ ജസ്റ്റിഫൈ ദ മദേഴ്സ് തിങ്കിങ്. അമ്മയുടെ ഈ വിചാരം, മദറിൻ്റെ ഈ വിചാരം ഒരിക്കലും എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റിഫൈ എന്ന് വെച്ചാൽ നമുക്ക് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ എക്സ്പ്രഷൻസ് ദാറ്റ് ഷോ ദ ബോയ്സ് ലവ് ഫോർ ഹിസ് ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് ഫാദറിനോടുള്ള ആ ബോയുടെ സ്നേഹം കാണിക്കുന്ന എക്സ്പ്രഷൻസ് എഴുതുക. ഇവിടെ 4 എണ്ണമുണ്ട്. ഏതൊക്കെയാണ്? റോബർട്ടിനോ വാസ് അപ്സെറ്റ് വെൻ ഗ്രാൻഡ് പാ ഡ്രോപ്ഡ് ദ കപ്പ്. ഹി കളക്റ്റഡ് ദ ബ്രോക്കൺ പീസസ് ഓഫ് ദ കപ്പ്. ഹി പുട്ട് ദം ടുഗദർ കെയർഫുള്ളി. ഹി ടുക്ക് എ സ്മാൾ പീസ് ഓഫ് വുഡ് ഫ്രം ദ ഫയർ പ്ലേസ്. കീപ്പിംഗ് ഹിസ് ഐസ് ഓൺ എർത്തൻ കപ്പ്, ഹി ബിഗാൻ ടു ചിപ്പ് ദ പീസ് ഓഫ് വുഡ് ടു എ വുഡൻ കപ്പ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ബോയ് ടീച്ച് ഹിസ് പാരൻസ് ദ ലെസൺ ഓഫ് ലവ്? സ്നേഹത്തിൻ്റെ ആ പാഠം തൻ്റെ പാരൻസിനെ എങ്ങനെയാണ് റോബർട്ടിനോ പഠിപ്പിച്ചത്? റോബർട്ടിനോ മെയ്ഡ് എ വുഡൻ കപ്പ്. റോബർട്ടിനോ ഒരു വുഡൻ കപ്പ് ഉണ്ടാക്കി. ഹി ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഹാഡ് മെയ്ഡ് ഇറ്റ് ഫോർ ഹെർ ടു ഹാവ് വെൻ ഷീ ഗ്രോ ഓൾഡ് ആൻഡ് വീക്ക്. റോബർട്ടിനോ ഈ വുഡൻ കപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അമ്മയോട് പറഞ്ഞത് ഇതാണ്: ഇത് അമ്മയ്ക്ക് വേണ്ടി, അതായത് അമ്മ വളർന്ന് ഓൾഡായിട്ടും വീക്കായിട്ടും ആകുമ്പോഴേക്കും അമ്മയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വുഡൻ കപ്പ് ഉണ്ടാക്കിയതെന്നാണ് റോബർട്ടിനോ പറഞ്ഞത്. ദാറ്റ് ഡീഡ് ഓഫ് റോബർട്ടിനോ വാസ് റിയലി ആൻ ഇൻസ്റ്റൻസ് ഓഫ് ഐ ഓപ്പണർ ടു ഹിസ് പാരൻസ്. റോബർട്ടിനോ ചെയ്ത ആ ഒരു പ്രവൃത്തി തൻ്റെ മാതാപിതാക്കളുടെ കണ്ണ് തുറപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. സെവൻത് ക്വസ്റ്റ്യൻ, ഡു യു ലൈക്ക് റോബർട്ടിനോ? വൈ? നിങ്ങൾക്ക് റോബർട്ടിനയെ ഇഷ്ടമാണോ? എന്തുകൊണ്ട്? യെസ്, ഐ ലൈക്ക് റോബർട്ടിനോ ബിക്കോസ് ഹീ ഈസ് ബോത്ത് ലവിങ് ആൻഡ് ഇൻ്റലിജൻറ്റ്. അതെ, എനിക്ക് റോബർട്ടിനോയെ വളരെ ഇഷ്ടമാണ്. എന്താണ് കാരണം? റോബർട്ടിനോ വളരെ ലവിങ്ങുമാണ്, ഇൻ്റലിജൻറ്റുമാണ്, സ്നേഹമുള്ളവനാണ്, ബുദ്ധിമാനുമാണ്. He could successfully teach his parents the necessity to love and care the aged parents.
റോബർട്ടിനോ തൻ്റെ മാതാപിതാക്കളെ സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും പിന്നെ കെയറിങ്ങിൻ്റെ എല്ലാം ആവശ്യകത പഠിപ്പിച്ചു കൊടുത്തു. ഇതേ ചാപ്റ്റർ ആക്ടിവിറ്റീസാണ് നമുക്കിനി അടുത്ത് നോക്കേണ്ടത്. ഫസ്റ്റ് ആക്ടിവിറ്റി, യു ഹാവ് നോട്ടീസ് ദാറ്റ് റോബർട്ടിനോ ലവ്ഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ വെരി മച്ച്. ഡോണ്ട് യു ലവ് യുവർ ഗ്രാൻഡ് പാരൻസ്? ഹൗ വുഡ് യു കെയർ ഫോർ യുവർ ഗ്രാൻഡ് പാരൻസ്? റൈറ്റ് ഇൻ എ പാരഗ്രാഫ്. ഈ കഥയിൽ റോബർട്ടിനോ തൻ്റെ ഗ്രാൻഡ് ഫാദറിനെ സ്നേഹിച്ചത്, ലവ് ചെയ്തത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടു. നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെ സ്നേഹിക്കാറില്ലേ? അവരെക്കുറിച്ച് എന്ത് ചെയ്യുക, ഒരു പാരഗ്രാഫ് എഴുതുക. ഇത് ഒരു മോഡലാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെയുള്ള ചെയ്യാൻ ശ്രമിക്കുക. I love my grandparents very much. They too love me very much. Every day I find time to care my grandparents. As soon as we get the newspaper, I read it for them. I often have my food with my grandparents. I ask them about their problems. Their problems are very often simple. They want my company for a chat or for a storytelling. It is a great pleasure for them. Their needs are very few. What they want more is love. By giving love, they win our love. Second activity, don't you remember the stories your parents and grandparents told you? How did you feel then? Recollect a story and present it in your class. You may also describe the feelings you had when you listened to it. നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് നിങ്ങൾക്ക് പണ്ട് കഥകൾ പറഞ്ഞു തരാറുണ്ട്. ഓക്കെ, അതിലേതെങ്കിലും ഒരു കഥ നിങ്ങൾ എന്ത് ചെയ്യുക, റീകളക്ട് ചെയ്യാൻ, ഓർത്തെടുക്കാൻ നോക്കുക. എന്നിട്ടത് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നോട്ടിൽ പ്രസൻറ്റ് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്നതും ഒരു മോഡലാണ്. എ മദേഴ്സ് ലവ്. This is a story that I heard from my grandma. Raj was a 9-year-old boy. He lost his father when he was 5. His mother worked hard to look after her only child. One day, Raj had a severe fever. His mother admitted him to a nearby hospital. When examined, the doctors found that Raj's both kidneys were completely damaged. His life was in danger. Fortunately, Raj's blood group matched with his mother's. Very soon, they were taken to the medical college and a kidney transplantation surgery was effectively done. Raj thankfully kissed his mother. Raj's mother could not control her feelings. "My son, I wouldn't have given you even my heart," she said. Both the mother and the son lived long very happily. On hearing this story, I was overwhelmed with feelings like happiness, joy and gratitude. കഥ വേറൊന്നുമില്ല. രാജ് എന്ന് പറയുന്ന 9 വയസ്സുള്ള കുട്ടി തൻ്റെ അമ്മയോടൊപ്പം ജീവിക്കുകയായിരുന്നു. ഓക്കെ, അവന് 5 വയസ്സായപ്പോഴേക്കും അച്ഛനെ നഷ്ടപ്പെട്ടു. ഒരു ദിവസം ഇതേപോലെ രാജിനെ ഒരു അസുഖം ബാധിച്ച് എന്ത് ചെയ്തു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അന്വേഷിച്ചപ്പോഴല്ല അസുഖം തിരക്കിയപ്പോൾ എന്താണ്, അവന് കിഡ്നിയിൽ കംപ്ലൈൻ്റ് ഉണ്ട്. പക്ഷേ അവൻ്റെ അമ്മയുടെ കിഡ്നിയല്ല, അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പും രാജിൻ്റെ ബ്ലഡ് ഗ്രൂപ്പും ഒരേപോലെ ആയതുകൊണ്ട് എന്ത് ചെയ്യാം, അവർക്ക് പരസ്പരം കിഡ്നി കൈമാറാം. അങ്ങനെ രാജിൻ്റെ അമ്മ അവന് വേണ്ടി കിഡ്നി കൈമാറിയ ഒരു കഥയാണ് നിങ്ങളിവിടെ കേട്ടത്. Third activity, describe any memorable incident that happened when you were with your grandparents. Role play it in the classroom. നിങ്ങൾ ഗ്രാൻഡ് പാരൻസിൻ്റെയോട് ഉണ്ടായിരുന്ന സമയത്ത് നടന്ന ഒരു മെമ്മറബിൾ ഇൻസിഡൻറ്റ്, അതായത് ഓർക്കാൻ പറ്റുന്ന ഒരു ഇൻസിഡൻറ്റ് എന്ത് ചെയ്യുക, കുറിക്കുക. It was a Saturday night in one December. My grandpa and I were returning home from a relative's home. There was no street light. Darkness and heavy rain made our journey more miserable. When we reached a waiting shed, we saw a young man there trying to kill a cobra. He had with him a torch. Without wasting a moment, my grandpa caught the cobra by its neck and threw it away into the nearby canal. Even today, I wonder how quickly my grandpa caught the snake. Fourth activity, see how happy Robertino and his grandfather were in the kitchen. Imagine how they spent time with each other. Describe such a scene. റോബർട്ടിൻ്റെ ഗ്രാൻഡ് ഫാദറും എങ്ങനെയാണ് സന്തോഷത്തിൽ കിച്ചണിൽ ടൈം സ്പെൻഡ് ചെയ്തതെന്ന് ഓർക്കുക. ആ ഒരു ഇൻസിഡൻറ്റ് എന്ത് ചെയ്യുക, നിങ്ങളിവിടെ ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊരു കോൺവെർസേഷൻ മോഡലാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, കഥ വായിക്കുമ്പോൾ ഒന്ന് വായിച്ചു പോകാം. It was a Sunday afternoon. Grandpa had just got from his siesta. Grandpa, may I bring you tea? Robertino reached his grandpa and asked. No, thanks. What I want is your company. Robertino gladly came to his grandpa's laps and gave him a sweet kiss on his cheek. Hold me well, child. I may drop you, said the grandpa. They laughed aloud. If you drop me, my mom will send you out from the kitchen. Your mom is a nice woman. Let us prepare a nice car for her, Grandpa said. Okay, I shall bring everything immediately. Soon the grandpa and the little boy were engaged in making the scarf.
they could finish it before 5 and presented it to Robertino's mom. ഇത് ഒരു സന്ദർഭമാണ്. നിങ്ങൾക്ക് വേറൊരു സന്ദർഭം ഇതേപോലെ ഓർത്തെടുക്കാനോ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. Fifth activity, you have seen how love binds all members of family together. No wonder love is the string of a necklace, the beads of which are the members of the family. You must have had a lot of happy occasions when your family and relatives got together. Describe any such occasion in your own words. Examples, birthdays, weddings, etc. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോട് ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു ബ്യൂട്ടിഫുൾ ഒക്കേഷൻ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ചൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നുകിൽ ബർത്ത്ഡേയോ വെഡ്ഡിങ്ങോ അതേപോലത്തെ എന്ത് വേണോ ആകാം. It was my grandpa's 17th birthday. We decided to celebrate that day in a grand manner. All his 3 sons and 2 daughters were asked to participate with all their children and grandchildren. Grandma was in the forefront giving instructions. At 7 a.m., Grandma and Grandpa were seated on decorated chairs. My father and mother first garlanded them. I gave my grandpa a special bouquet. The birthday cake was brought. Grandpa cut the cake and distributed it to all. Our grandma initiated a happy birthday song. All of us sang together. My sister videographed everything. Babu uncle, on behalf of all of us, presented the birthday gift, a huge cartoon. Everybody eagerly looked into the cartoon. Can you guess what was there in the cartoon? A picture of grandpa and grandma. അപ്പോൾ ഇത് ഒരു ബർത്ത്ഡേ ഒക്കേഷനാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഇതിൽ കാർട്ടൺ എന്ന് പറയുന്ന ആ ഒരു വേർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊരു കാർഡ്ബോർഡ് ബോക്സിന് പറയുന്ന പേരാണ്. സെവൻത് ആക്ടിവിറ്റി, ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ റീഡിംഗ് ഓഫ് ദ സ്റ്റോറി. ദ വുഡൻ കപ്പ്. വുഡൻ കപ്പ് എന്ന് പറയുന്ന സ്റ്റോറി വായിച്ചതിനെ ബന്ധിപ്പിച്ച് എന്ത് ചെയ്യുക, നമുക്ക് കുറച്ച് ആൻസേഴ്സ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആൻസേഴ്സ് ഉണ്ട്, കമൻറ്റ്സ് അല്ലെങ്കിൽ റിമാർക്ക്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ക്യാരക്ടേഴ്സ് ആർ ദെയർ? എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ ഒരു ചാപ്റ്ററിൽ? 4 ക്യാരക്ടേഴ്സാണ് ഉള്ളത്. ആരൊക്കെയാണ്? റോബർട്ടിനോ, പിന്നെ ഗ്രാൻഡ് ഫാദർ, പിന്നെ മദറും റോബർട്ടിൻ്റെ ഫാദറും ഉണ്ട്. ഓക്കെ, ഇവിടെ കമൻറ്റ്സ് കൊടുത്തിട്ടുള്ളത് റോബർട്ടിനോ ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ ലവ്ഡ് ഈച്ച് അതർ. ദ മദർ ഡിഡ് നോട്ട് കെയർ ഫോർ ദ ഗ്രാൻഡ് ഫാദർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡു യു ഫൈൻഡ് സച്ച് ക്യാരക്ടേഴ്സ് ഇൻ റിയൽ ലൈഫ്? ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് ദ ക്ലാസ്. ഇതേപോലുള്ള ക്യാരക്ടേഴ്സിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യെസ്, വെരി ഓഫൺ വി ഫൈൻഡ് സച്ച് ക്യാരക്ടേഴ്സ് ഇൻ റിയൽ ലൈഫ്. ഇതേപോലുള്ള ക്യാരക്ടേഴ്സിനെ വല്ലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ജീവിതത്തിൽ കാണാറുണ്ട്. ലാക്ക് ഓഫ് ലവ് ക്രിയേറ്റ് സച്ച് അൺഹാപ്പി ഹോംസ്. ലാക്ക് ഓഫ് ലവ് എന്ന് വെച്ചാൽ സ്നേഹത്തിൻ്റെ കുറവാണ് ഇവിടെ ചില വീടുകളിൽ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാൻ കാരണം. ഇപ്പോൾ എഡിറ്റ് ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇറ്റ് ഹെൽപ്പ് മീ ടു ലവ് ആൻഡ് കെയർ ഓൾ ഓൾഡ് പീപ്പിൾ മോർ എന്ന് പറയുന്നത് 5th ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചെഴുതണം. 3rd ക്വസ്റ്റ്യൻ, ഹാവ് യു കം അക്രോസ് എനി ന്യൂ എക്സ്പ്രഷൻസ് ഇൻ ദ സ്റ്റോറി? ഈ സ്റ്റോറിയിൽ നിന്ന് എന്തെങ്കിലും പുതിയ എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? 2 എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ കപ്പ് സീം ടു ബി ഹോൾ. സെക്കൻഡ് വൺ, എ വുഡൻ കപ്പ് ഫോർ യു ടു ഹാവ് വെൻ യു ഗ്രോ ഓൾഡ്. ഇതാണ് 2 എക്സ്പ്രഷൻസ്. അപ്പോൾ ഇതിൽ കമൻറ്റ്സ് വായിക്കുകയാണെങ്കിൽ ദ ഹോൾ ഐഡിയ ഈസ് ഗീവൺ യൂസിങ് ദ മിനിമം നമ്പർ ഓഫ് വേർഡ്സ്. 4th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ സ്റ്റോറി? ഈ സ്റ്റോറിയോടുള്ള നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാട് എന്താണ്? വെരി ഇൻസ്പയറിംഗ് ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ്. വളരെ ഇൻസ്പയറിംഗ് ആണ്. തോട്ട് പ്രൊവോക്കിംഗ് എന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആശയങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ലവ്, കെയർ, കൈൻഡ്നസ്, ഹാപ്പിനെസ് ആണ് ഇതിലുള്ള ബാക്കിയുള്ള സംഭവങ്ങൾ. 5th ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദിസ് സ്റ്റോറി ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ് ബെറ്റർ? നിങ്ങളെ മനസ്സിലാക്കാൻ ഈ സ്റ്റോറി നിങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് സഹായിച്ചിട്ടുള്ളത്? ഓക്കെ, അതിൻ്റെ ആൻസറാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഹെൽപ്സ് മീ ടു ലവ് ആൻഡ് കെയർ ഓൾ ഓൾഡ് പീപ്പിൾ മോർ. വയസ്സായ ആൾക്കാരെ ഒരുപാട് സ്നേഹിക്കാനും സംരക്ഷിക്കാനുമാണ് ഈ കഥയിൽ നിന്ന് പറയുന്നത്. കമൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഓൾ ഏജ്ഡ് പീപ്പിൾ നീഡ് മോർ കെയർ ഫ്രം അവർ പാർട്ട്. 6th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ വേർഡ്സ് യു ലൈക്ക് ദ മോസ്റ്റ്? ഓൾ ഏജ്ഡ് പീപ്പിൾ നീഡ് മോർ കെയർ ഫ്രം അവർ പാർട്ട്. These words express the strong bond between the family, the members of the family. 7th question, what do you like the most in the story? Answer എന്താണ്? The boy's spontaneous action of making a wooden cup for his mother. Comments, only highly intelligent people can respond like this. 8th question, what personal experience does the story remind you of? Love and care should be given and asked. Often we forget this. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മെസ്സേജ് ഡസ് ദ സ്റ്റോറി കൺവേ? ഈ സ്റ്റോറിയിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് എന്താണ്? ലവ് ആൻഡ് കെയർ എവരിബഡി ഇൻ ഓർഡർ ടു ബി ലവ് ആൻഡ് കെയർഡ്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരും നമ്മളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു.
ദ സ്റ്റോറി ഈസ് എൻ ഐ ഓപ്പണർ ടു ഓൾ ദോസ് ഹു നെഗ്ലക്ട് ദിയർ ഗ്രാൻഡ് പാരൻസ്. തൻ്റെ ഗ്രാൻഡ് പാരൻസിനെ നെഗ്ലക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു സ്റ്റോറിയാണ് ഇത്. 8th question, can you retell the story The Wooden Cup? As a first step, fill in the boxes with the major events. ടെസ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ആക്ടിവിറ്റി താഴെയായിട്ട് ഒരു സർക്കിളിൽ കുറച്ച് ബോക്സുകൾ തന്നിരിക്കും. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എഴുതണം. നമുക്ക് ബോക്സിൽ എഴുതാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, അല്ലാതെ താഴെ എഴുതാം. നിങ്ങൾ ബോക്സിൽ പൂരിപ്പിച്ചാൽ മതി. ഓക്കെ, അതിൻ്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നൗ റൈറ്റ് ദ സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ്. നിങ്ങൾ ബോക്സിൽ എഴുതിയ ആ വരികൾ ഒരു സ്റ്റോറി ആയിട്ട് എഴുതണം. അപ്പോൾ ബോക്സിലെ സ്റ്റോറി ഇങ്ങനെയാണ്. സ്റ്റോറി തുടങ്ങുന്നതും സ്റ്റോറി അവസാനിക്കുന്നതുമായിട്ട് 10 ബോക്സുകളുണ്ട്. ഓക്കെ, ഈ 10 ബോക്സുകളിലുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എ ഫാമിലി ഓഫ് 4 members in Italy, Robertino, his parents and his grandfather. Grandfather and Robertino loved each other very much. Robertino's mother began to behave rudely towards grandfather when he began to break the vessels and spoil the dining room. Grandpa was given a table in the kitchen and he had to dine alone. One day a cup of soup dropped from his hand and the floor was spoiled. Parents became angry. Mother suggested to give a wooden cup to the grandfather. Robertino collected the pieces of broken cup and put them together. He began to make a wooden cup from a piece of wood. He told his mother that the wooden cup was for her when she grew old. Parents repented. Grandpa was once again loved and cared by the whole family. ഇതാണ് കഥ അവസാനിക്കുന്നത്. ഈ കഥയെ നമുക്കൊരു സെൻറ്റൻസ് പോലെ എഴുതിയിരിക്കുന്ന രീതിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വായിച്ചിട്ട് നോട്ടിലോട്ടൊന്ന് പകർത്താൻ ശ്രമിക്കുക. 9th activity, how did Robertino bring back love and happiness to his home? റോബർട്ടിനോ എങ്ങനെയാണ് തൻ്റെ കുടുംബത്തേക്ക് സ്നേഹവും ഹാപ്പിനെസ്സും എല്ലാം തിരിച്ചു കൊണ്ടുവന്നത്? By making a wooden cup and telling that it was for his mother to have when she grew old, Robertino taught his parents a great lesson. They knew that love and care are won by giving them to others. If we love and care for others, we will also be loved and cared by others. Robertino's parents repented and they began to love and care their father properly. The change in them helped them to bring back love and happiness in their home. സംഭവം വേറെ ഒന്നുമില്ല, റോബർട്ടിനോ തൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു വുഡൻ കപ്പ് ഉണ്ടാക്കി. ഇതറിഞ്ഞതും അമ്മയ്ക്ക് അവർ ചെയ്ത് തെറ്റ് മനസ്സിലാക്കി. ഒരു കുടുംബത്ത് സന്തോഷവും സ്നേഹവും വേണമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളത് പരസ്പരം ഷെയർ ചെയ്താലേ നമുക്കത് കിട്ടുള്ളൂ. 10th ആക്ടിവിറ്റിയിൽ എ ഹൗസ് ഈസ് ബിൽറ്റ് ബൈ ഹാൻഡ്സ് ബട്ട് എ ഹോം ഈസ് ബിൽറ്റ് ബൈ ഹാർട്ട്സ്. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് മേക്ക് എ ഹൗസ് എ ഹാപ്പി പ്ലേസ് ടു ലിവ്? ഒരു ഹൗസ് ഉണ്ടാക്കുന്നത് കൈകൾ കൊണ്ടും ഹോം ഉണ്ടാക്കുന്നത് ഹൃദയം കൊണ്ടുമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഹൗസിനെ ഹാപ്പി ആയിട്ട് മാറ്റുന്നത് എന്താണ്? Anybody can build houses if has sufficient wealth. By having a good house alone, one cannot find happiness there. If the members of the family do not love and care for each other, then house is no way better than a lodging. There, the inmates are mere lodgers. A house becomes a home when members love, care, respect, and understand one another. Then such homes will become heavens on the earth. Happiness and prosperity will always pervade there. ഒരു വീട് തൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഒരു വീട് ആക്ക് വേണോ വയ്ക്കാം. പക്ഷേ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യില്ല, സന്തോഷം കിട്ടില്ല. അങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ അതൊരു ലോഡ്ജ് പോലെ ആയിരിക്കും. ഓക്കെ, ആ വീട്ടിലെ ആൾക്കാർ ലോഡ്ജ് താമസിക്കുന്ന പോലെ ആയിരിക്കും. ഒരു വീട്ടിൽ സന്തോഷവും സമാധാനവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പരസ്പരം കൊടുത്ത് അങ്ങനെ ജീവിച്ചാൽ മാത്രമേ ആ ഒരു വീട് നല്ലൊരു കുടുംബമായി മാറത്തുള്ളൂ. ഇതിൽ ബി ക്വസ്റ്റ്യൻ, നൗ റൈറ്റ് അബൌട്ട് എ ഹാപ്പി ഹോം. ഒരു ഹാപ്പി ഹോമിനെ കുറിച്ച് എഴുതാനാണ്. എ ഹാപ്പി ഹോം ഈസ് എ ഹെവൻ ഓൺ എർത്ത്. ബി ക്വസ്റ്റ്യൻ, നൗ റൈറ്റ് അബൌട്ട് എ ഹാപ്പി ഹോം. ഒരു ഹാപ്പി ഹോമിനെ കുറിച്ച് എഴുതാനാണ്. എ ഹാപ്പി ഹോം ഈസ് എ ഹെവൻ ഓൺ എർത്ത്. ദ റിലേഷൻഷിപ്പ് എമോങ് ദ മെമ്പേഴ്സ് ഓഫ് സച്ച് എ ഹോം വിൽ ബി കോർഡിയൽ. They are each cares for the other, sacrificing their own needs. Love is a wonderful feeling. It multiplies us as you give to be loved. When we have proper understanding about ourselves, we will easily come to know of our duties and responsibilities in our home. ഒരു ഹാപ്പി ഹോം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലുള്ളൊരു സ്വർഗം പോലെയാണ്. അവിടെ പരസ്പരം സ്നേഹിച്ചും ആശ്വസിപ്പിച്ചുമായിരിക്കും ഓരോരുത്തരും ജീവിക്കുന്നത്. അവിടെ മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നത്, ത്യജിക്കുന്നത് അവരവരുടെ സ്നേഹം തന്നെയാണ്. അതായത് ഒരാളുടെ സ്നേഹം കൊടുത്ത് മറ്റൊരാൾക്ക് സ്നേഹം നൽകുന്നു. അങ്ങനെ ആ സ്നേഹം എന്ത് ചെയ്യുന്നു, ഇരട്ടിച്ച് പോകുന്നു. ആ ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും കറക്റ്റായിട്ട് ചെയ്യണം.